ഹായ് ഫ്രണ്ട്സ്, കരിയർ ട്രാക്കർ PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യൻ ടാഗ് ഈസ് എ മിനി ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഒരു മിനി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസിന്റെ അവസാനത്തിൽ വരുന്ന ഷോർട്ട് ക്വസ്റ്റ്യനെ അല്ലെങ്കിൽ മിനി ക്വസ്റ്റ്യനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു സെന്റൻസിന്റെ അവസാനം ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ഒരു മിനി ക്വസ്റ്റ്യൻ യൂസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു സെന്റൻസ് നമ്മൾ പറയുന്ന സെന്റൻസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് ഉറപ്പിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റിന് ഒരു എഗ്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഒരു സെന്റൻസിന്റെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ എൻഡിൽ വരുന്ന മിനി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഫോർ എക്സാമ്പിൾ നോക്കൂ, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് വരിക, ഈസിൻ ഷീ അല്ലെ? അതായത് അവള് ബ്യൂട്ടിഫുൾ ആണ്. ഇനി ആ ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ അങ്ങനെ തന്നെയല്ലേ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ സെന്റൻസിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഓക്സിലറി വെർബ്സിനെയാണ്. അപ്പോൾ ഓക്സിലറി വെർബ്സിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ സെന്റൻസിലെ ഓക്സിലറി വെർബിനെ ആയിരിക്കണം. നമുക്കറിയാം ഇംഗ്ലീഷിൽ 24 ഓക്സിലറി വെർബ്സ് ഉണ്ട് അല്ലെ? 24 ഓക്സിലറി വെർബ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. അത് ഏതൊക്കെയാണെന്നും നമുക്കറിയാം. ഇനി ആ സെന്റൻസിലെ ഓക്സിലറി വെർബ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഓക്സിലറി വെർബ്സ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഓക്സിലറി വെർബ്സിനെ ഫോക്കസ് ചെയ്ത് വേണം, സെന്റൻസിലെ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ്സ് ഉണ്ടാകും, അതിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ്, ആ സെന്റൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് സെന്റൻസിലെ ഓക്സിലറി വെർബ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ടാഗിൽ അതിനെ നെഗറ്റീവ് ആക്കണം. അപ്പോൾ ഒരു സെന്റൻസിലെ ഓക്സിലറി വെർബും സബ്ജക്റ്റ് പ്രോനൗണും ഉപയോഗിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഓക്സിലറി വെർബ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിലെ അതിനെ നേരെ നെഗറ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇനി സെന്റൻസിലെ ഓക്സിലറി വെർബ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ എന്തായിരിക്കും, അത് പോസിറ്റീവായിട്ട് മാറും. ഇത്രയേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക. ദെൻ ശേഷം എന്ത് ചെയ്യുക, സെന്റൻസിലെ സബ്ജക്റ്റ് പ്രോനൗണ് ആ ക്വസ്റ്റ്യൻ ടാഗിന്റെ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ഓക്സിലറി വെർബ് ആണെങ്കിൽ നെഗറ്റീവിലോട്ട് മാറ്റുക, നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യാം, പോസിറ്റീവിലോട്ട് മാറ്റുക. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഓരോ ഓക്സിലറി വെർബ്സിന്റെയും നെഗറ്റീവ് ഫോം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ സെന്റൻസിൽ പോസിറ്റീവ് ഓക്സിലറി വെർബ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ഓക്സിലറി വെർബ്സിന്റെയും നെഗറ്റീവ് ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനാദ്യം നമ്മൾ പറയുന്നത് ആർ എന്ന ഓക്സിലറി വെർബിന്റെ നെഗറ്റീവ് ഫോം എന്താണ് എന്നുള്ളതാണ്. ആറിന്റെ നെഗറ്റീവ് ഫോം ആറിന്റ് എന്നാണ്. അതായത് ആർ പ്ലസ് നോട്ട് അല്ലെ, നമ്മൾ പറയാ ആറിന്റ് എന്നാണ്. അപ്പൊ ആർ എന്ന ഓക്സിലറി വെർബിന്റെ നെഗറ്റീവ് ഫോം ആറിന്റ്. ഇനി അതേപോലെ ഹാഡ് എന്ന ഓക്സിലറി വെർബിന്റെ നെഗറ്റീവ് ഫോം എന്താണ്, ഹാഡിന്റ്. അതേപോലെ മസ്റ്റ് മസ്റ്റിന്റ്, വാസ് വാസിന്റ്, ഷുഡ് ഷുഡിന്റ്, ഓട്ട് ഓട്ടിന്റ്, വുഡ് വുഡിന്റ്, വേർ വേറിന്റ്, മൈറ്റ് മൈറ്റിന്റ്. അതേപോലെ ആമിന്റെ ആം എന്ന് പറയുന്ന ഓക്സിലറി വെർബിന്റെ നെഗറ്റീവ് ഫോം വരിക ആറിന്റെ ആണ്. അവിടെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതൊന്നും മൈൻഡിൽ വെക്കുക. ആമിന്റെ നെഗറ്റീവ് ഫോം എന്ന് പറയുന്നത് ആറിന്റെ ആണ്, നോട്ട് ആമിന്റ്. ഓക്കെ, ആം പ്ലസ് നോട്ട് അല്ല, ആം എന്ന ഓക്സിലറി വെർബിന്റെ നെഗറ്റീവ് ഫോം വരിക ആറിന്റെ എന്നാണ്. ഓക്കെ, അതേപോലെ ആമിന്റെ നെഗറ്റീവ് ഫോം അല്ലെ, അതായത് സെന്റൻസിലെ ആമിന്റ് എന്ന ഓക്സിലറി വെർബാണ് യൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ, അല്ലെങ്കിൽ ആം പ്ലസ് നോട്ട് ആണ് വന്നിട്ടുള്ളത് എങ്കിൽ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ടാഗിൽ നേരെ അതിന്റെ പോസിറ്റീവിലോട്ട് മാറും, എന്താകുക, ആം എന്നാകും. ഓക്കെ, അപ്പൊ ആമിന്റെ നെഗറ്റീവ് ഫോം ആം ആണ്. പക്ഷെ ആം എന്ന ഓക്സിലറി വെർബിന്റെ നെഗറ്റീവ് ഫോം എന്താ വരിക, ആറിന്റെ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത് മെയിന്റ്, അതേപോലെ യൂസ്ഡ് ഡിഡിന്റ്, ഷാൾ ഷാൾഡ്, വില്ല് വോണ്ട്, ക്യാന്
കാണണ്ടേ? ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്മൾ പറയുന്നത്, തന്നിരിക്കുന്ന സെന്റൻസിന്റെ സബ്ജക്റ്റ് ഒരു നാമമായാൽ, അതായത് ഒരു നൗൺ ആയാൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യേണ്ടത് ഹി, ഷീ, ഇറ്റ്, ദേ എന്നിവ ആയിരിക്കും. ഓക്കെ, അതായത് തന്നിരിക്കുന്ന സെന്റൻസിന്റെ സബ്ജക്റ്റ് ഒരു നൗൺ ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു നാമമാണ് എങ്കിൽ നമ്മൾ ടാഗിൽ യൂസ് ചെയ്യേണ്ട എന്തായിരിക്കും? സബ്ജക്റ്റ് പ്രോനൗൺ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത്, ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ദയർ ആണ് എങ്കിൽ, അതല്ലെങ്കിൽ ഒരു സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ ദയർ ആണ് വന്നിട്ടുള്ളതെങ്കിൽ, ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദയറിലാണെങ്കിൽ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലും എന്ത് തന്നെ യൂസ് ചെയ്യുക? ദയർ തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ദയർ എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അവിടെ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗിലും നിങ്ങൾ എന്ത് ചെയ്യുക? ദയർ തന്നെ യൂസ് ചെയ്യുക. ഇനി അടുത്ത നമ്മൾ പറയുന്നത്, ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ഐ ആൻഡ് യു എന്നാണെങ്കിൽ, അല്ലെ, ഐ ആൻഡ് യു എന്ന് വെച്ചിട്ടാണ് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ ആൻഡ് യു ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ടാഗിൽ യൂസ് ചെയ്യേണ്ട സബ്ജക്റ്റ് പ്രോനൗൺ ഏതായിരിക്കണം? വി ആയിരിക്കണം. ഓക്കെ, ബാക്കിയൊക്കെ സെയിം ആണ്. ഓക്സിലറി വെർബിലെ നെഗറ്റീവ് ആക്കുക, പോസിറ്റീവ് ഓക്സിലറി വെർബ് ആണെങ്കിൽ എന്ത് ചെയ്യുക? നെഗറ്റീവ് ആക്കുക. നെഗറ്റീവ് ഓക്സിലറി വെർബ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക. ഇനി നമ്മൾ പറഞ്ഞ സബ്ജക്റ്റ് ടാഗിലെ സബ്ജക്റ്റ് പ്രൊനൗണിന്റെ കേസാണ്. ഐ ആൻഡ് യു ആണ് സെന്റൻസിലെ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ സെന്റൻസിന്റെ സബ്ജക്റ്റ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ടാഗിലെ സബ്ജക്റ്റ് പ്രൊനൗൺ എന്തായിരിക്കും? വി ആയിരിക്കും. ഇനി ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ജെറണ്ട് ആണെങ്കിൽ, ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ജെറണ്ട് ആണെങ്കിൽ, എന്താണ് ജെറണ്ട് എന്ന് പറഞ്ഞാൽ? ING ഫോം ഓഫ് ദി വെർബ്, അല്ലെ? ING ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുക? ജെറണ്ട് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഈറ്റിംഗ്, വാക്കിംഗ്, റീഡിങ്, അല്ലെ? അപ്പൊ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ജെറണ്ട് ആയാൽ ടാഗിൽ നിങ്ങൾ എന്ത് നൽകണം? സബ്ജക്റ്റ് പ്രോനൗൺ ആവട്ടെ ഇറ്റ് എന്നാണ് നൽകുക. ഓക്കെ, ടാഗിൽ ഇറ്റ് എന്നാണ് നൽകുക. എന്നാൽ രണ്ട് ജെറണ്ട് ഒരുമിച്ചൊരു സെന്റൻസിൽ ആൻഡ് വെച്ച് ജോയിൻ ചെയ്ത് വന്നാൽ അവിടെ നിങ്ങൾ ടാഗിൽ നൽകേണ്ടത് എന്താണ്? പ്ലൂറൽ ആയിരിക്കണം, ദേ എന്നായിരിക്കണം. ഓക്കെ, അപ്പോൾ ജെറണ്ട് ആണെങ്കിൽ ഇറ്റ് എന്നാണ് ടാഗിൽ നൽകേണ്ടത്. രണ്ട് ജെറണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ദേ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് വൺ ആയാൽ, ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് വൺ ആയാൽ ടാഗിലും നിങ്ങൾ എന്ത് ചെയ്യുക? വണ്ണ് തന്നെ ഉപയോഗിക്കാം. ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് വൺ ആയാൽ നിങ്ങൾ എന്ത് ചെയ്യാം? ടാഗിലും വണ്ണ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കൂ, വൺ ക്യാൻ ഹെൽപ്പ് മീ. എങ്ങനെയാണ് ടാഗ് വരിക? കാൺട്ട് വൺ ക്യാൻ ഹെൽപ്പ് മീ. കാൺട്ട് വൺ, അതായത് ക്യാൻ എന്ന ഓക്സിലറി വെർബ് പോസിറ്റീവ് ആണ്. അപ്പൊ അതിനെ നെഗറ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കാൺട്ട് എന്നാകും. ദെൻ സെന്റൻസിന്റെ സബ്ജക്റ്റ് വൺ ആണ്. അപ്പൊ നമ്മുടെ ടാഗിലും എന്തായിരിക്കും? വണ്ണ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ സെന്റൻസിലെ സബ്ജക്റ്റ് വൺ ആയാൽ ടാഗിലും നിങ്ങൾ വണ്ണ് തന്നെ യൂസ് ചെയ്യാം. ഇനി ഓക്സിലറി വെർബ് ഒരു സെന്റൻസിൽ അടുത്തടുത്ത് വന്നാൽ ആദ്യത്തേത് പരിഗണിക്കുക. അപ്പൊ നിങ്ങൾ ഒരു സെന്റൻസിൽ രണ്ട് ഓക്സിലറി വെർബ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ രണ്ട് ഓക്സിലറി വെർബ് വരുന്ന കേസിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, ഇതിൽ ഏത് ഓക്സിലറി വെർബ് എടുത്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആദ്യം വരുന്ന ഓക്സിലറി വെർബ് എടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ക്വസ്റ്റ്യൻ ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ നോക്കൂ, വൺ ഷുഡ് ഹാവ് ഗോൺ. ഇവിടെ നോക്കൂ, രണ്ട് ഓക്സിലറി വെർബ് നിങ്ങൾക്ക് സെന്റൻസിൽ കാണാം, ഷുഡും ഹാവും, അല്ലെ? അപ്പൊ ഇതിൽ ഏത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ആദ്യത്തേത് എടുക്കുക. അപ്പൊ ഇതിലേതാ വരിക? ഷുഡ്, അല്ലെ? ഷുഡിൻ നെഗറ്റീവ് ഫോം ഷുഡിന്റ് ആണ്. ദെൻ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ ആകും? ഷുഡിന്റ് വൺ. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത്, തന്ന ചോദ്യത്തിൽ ഓക്സിലറി വെർബിനെ കണ്ടില്ലെങ്കിൽ, തന്ന ചോദ്യത്തിൽ ഓക്സിലറി വെർബിനെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ആ സെന്റൻസിലെ മെയിൻ വെർബിനെ കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്നും ഓക്സിലറി വെർബ് ഉണ്ടാക്കാം. ഓക്കെ, തന്ന ചോദ്യത്തിൽ തന്ന സെന്റൻസിലെ നിങ്ങൾക്ക് ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ, കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിലൊരു മെയിൻ വെർബ് ഉണ്ടായിരിക്കുമല്ലോ, ആ മെയിൻ വെർബിൽ നിന്നും നിങ്ങൾ ഓക്സിലറി വെർബ് കണ്ടെത്തുക. എങ്ങനെയാണ് മെയിൻ വെർബിൽ നിന്നും ഓക്സിലറി വെർബ് കണ്ടെത്തുക? ഫോർ എക്സാമ്പിൾ, ബേസ് ഫോം ഓഫ് ദി വെർബ് ആണെങ്കിൽ അതിൽ ഓക്സിലറി വെർബ് എന്താണ്? ഡു ആയിരിക്കും, അല്ലെ? ഡു. ഇനി സിംഗുലർ ആണെങ്കിൽ ആയിരിക്കും, അല്ലെ? ഇനി എന്താ പറയാ, V2 ആണെങ്കിൽ അല്ലെ എന്തായിരിക്കും? ഡിഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, പ്ലേ എന്നുള്ള വെർബിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ഡു. അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ഡു പ്ലസ് പ്ലേ, അല്ലെ? അപ്പൊ അതിൽ ഓക്സിലറി വെർബ് ഡു ആണ്. പ്ലേസ് എന്ന വെർബ് ആണെങ്കിലോ ഡസ് പ്ലസ് പ്ലേ, അല്ലെ? ഇനി പ്ലേഡ് എന്നാണെങ്കിൽ ഡിഡ് പ്ലസ് പ്ലേ. അപ്പൊ അതിൽ നിന്ന് ഓക്സിലറി വെർബിനെ നമ്മൾ എടുത്തിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഷീ പ്ലേസ് ഫുട്ബോൾ. ഇപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ വരിക? ഡസിൻ ഷീ, അല്ലെ? ഡസിൻ ഷീ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഒരു കോംപ്ലക്സ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും, ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ ഒരു കോംപ്ലക്സ് സെന്റൻസിന്റെ മെയിൻ ക്ലോസിൽ നിന്ന് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ക്വസ്റ്റ്യൻ ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്താണ് മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ? ഒരു ഇൻഡിപെൻഡന്റ് മീനിങ് ഉണ്ടായിരിക്കും, അല്ലെ? ഇറ്റ് ക്യാൻ സ്റ്റാൻഡ് അലോൺ. അതിന് എന്ത് ചെയ്യാൻ കഴിയും? ഒറ്റക്ക് നിൽക്കാൻ കഴിയും. കാരണം എന്താ? ഒരു കംപ്ലീറ്റ് മീനിങ് ഉണ്ടായിരിക്കും.
അല്ലേ? അപ്പോൾ അതാണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഇൻഡിപെൻഡന്റ് മീനിങ് ഇല്ല, മറ്റേതെങ്കിലും ഒരു സെന്റൻസിന്റെ ഭാഗവുമായി ചേരുമ്പോൾ മാത്രമേ അതിന് മീനിങ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ സബോർഡിനേറ്റ് ക്ലോസും മെയിൻ ക്ലോസും അടങ്ങിയ ഒരു കോംപ്ലക്സ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് മെയിൻ ക്ലോസിനെ ആയിരിക്കണം. അതിൽ നിന്ന് വേണം നിങ്ങൾ ടാഗ് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ അല്ലേ? ഫോർ എക്സാമ്പിൾ നോക്കൂ, യു വിൽ നോട്ട് പാസ് അൺലെസ് യു സ്റ്റഡി വെൽ. ഇവിടെ അൺലെസ് യു സ്റ്റഡി വെൽ എന്നുള്ളത് എന്താണ്? സബോർഡിനേറ്റ് ക്ലോസ് ആണ്. കാരണം അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിനൊരു മീനിങ് ഇല്ല. നീ പഠിച്ചിട്ടില്ല എങ്കിൽ ബാക്കി എന്താ അവിടെ പറയുന്നില്ല, അല്ല അതോടുകൂടി അവിടെ നിന്നു. നീ പഠിച്ചിട്ടില്ല എങ്കിൽ അതൊരു ഇൻകംപ്ലീറ്റ് മീനിങ് തരുന്ന ഒരു സെന്റൻസ് ആണ്. അപ്പൊ അതിനെ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയാം. ഇനി യു വിൽ നോട്ട് പാസ് എന്നുള്ളത് മെയിൻ ക്ലോസ് ആണ്. കാരണം എന്താ, അവിടെ അത് കംപ്ലീറ്റ് ആണ് ആ സെന്റൻസ്. യു വിൽ നോട്ട് പാസ്, നീ പാസ് ആവുകയില്ല, കഴിഞ്ഞു അല്ലെ? അപ്പോൾ അത് മെയിൻ ക്ലോസ് ആണ്. അപ്പൊ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് മെയിൻ ക്ലോസ് ആയിരിക്കണം ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ നിന്ന് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ. അപ്പൊ എങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് വരിക? വിൽ യു. എങ്ങനെയാണ് ടാഗ് വരിക? വിൽ യു. ഓക്കെ അല്ലേ? ഇനി അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നെഗറ്റീവിനെ പോസിറ്റീവിലോട്ട് മാറ്റുക, ഓക്സിലറി വെർബ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവിലോട്ട് മാറ്റുക, ദെൻ സബ്ജക്റ്റ് പ്രോനൗൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്.